ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം നവംബർ 17 മുതൽ സ്റ്റാർട്ട് ചെയ്യണല്ലേ. അപ്പോൾ അതിൽ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് നമുക്ക് GK പോർഷനിൽ നിന്ന് വരിക. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 20 മാർക്സിൽ മാക്സിമം മാർക്ക് എങ്ങനെ വാങ്ങിക്കും, അതിനൊരു സൊല്യൂഷനാണ് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എക്സാമിന് മുന്നേ പഠിച്ചിട്ട് പോകുക എന്നുള്ളത്. നമ്മുടെ ലാസ്റ്റ് നടന്നിട്ടുള്ള റെയിൽവേയുടെ ഏത് എക്സാംസ് നോക്കിയാലും ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് നല്ലൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. സോ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിന്റെ പാർട്ടായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണോ ആ ടൈമിൽ പ്രോപ്പർലി ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നീട് ജസ്റ്റ് എക്സാമിന് മുന്നേ അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൂ വൺ ദി ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025? 2025 ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് ഇത് വിൻ ചെയ്തത് ആരാണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ്, ഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് കേട്ടോ. എന്താണ്? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ്. അപ്പോ ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025 വിൻ ചെയ്തത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ദിവ്യ ദേശ്മുഖ് ആണ് വിൻ ചെയ്യുന്നത്. ഓക്കെ, ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025 വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുമുള്ള ദിവ്യ ദേശ്മുഖ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇവിടെ റണ്ണർ അപ്പ് ആയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ കൊനേരു ഹംപി ആയിരുന്നു. അപ്പൊ 2025 ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് വിൻ ചെയ്തത് ദിവ്യ ദേശ്മുഖ്. ഇവിടെ റണ്ണർ അപ്പും ആര് തന്നെയായിരുന്നു? കൊനേരു ഹംപി തന്നെയായിരുന്നു. നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സിൽ ഡയറക്റ്റ് ഉള്ളൂ അല്ലേ. ബാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കണക്റ്റഡ് ഫാക്റ്റുകളൂടി പഠിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റിലേറ്റഡ് ഫാക്ട് കൂടി എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025 എവിടെ വെച്ചിട്ടാണ് ഹെൽഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025 ഹെൽഡ് ചെയ്തത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടായിരുന്നു. ഇതിന്റെ ചാമ്പ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ദിവ്യ ദേശ്മുഖ് ആണ്. ഓക്കെ, ചാമ്പ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ദിവ്യ ദേശ്മുഖും റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കൊനേരു ഹംപി ആണെന്നും ഓർക്കുക. അപ്പൊ ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025 ഹെൽഡ് ചെയ്തത് ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ട്, ചാമ്പ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ദിവ്യ ദേശ്മുഖ്, റണ്ണറപ്പ് കൊനേരു ഹംപിയുമാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് കൺട്രി വൺ ദി ടൈറ്റിൽ ഓഫ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്? ഓക്കെ, അപ്പൊ 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത രാജ്യം ഏതാണ്? ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സൗത്ത് ആഫ്രിക്കയാണ്. കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സൗത്ത് ആഫ്രിക്ക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കണക്റ്റഡ് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഈ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടക്കുന്നത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലണ്ടനിൽ വെച്ചിട്ടാണ്. ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണിതെന്ന് മറക്കാതെ ഓർത്തോളുക. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? അത് ഓസ്ട്രേലിയ ആണ്. കേട്ടോ, റണ്ണറപ്പ് ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. ഈ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് അത് ഇംഗ്ലണ്ടിൽ നിന്നും ജോയ് റൂട്ട് ആണ്. എത്രയാണ്? 1968 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നും പാറ്റ് കമിൻസ് ആണ്. എത്ര വിക്കറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 80 ആണ്. അപ്പൊ 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഹെൽഡ് ചെയ്തത് ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞു. ഇതിന്റെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് മറക്കാതെ ഓർത്തോളുക.
റണ്ണറപ്പ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് അത് ഇംഗ്ലണ്ടിൽ നിന്നും ജോയ് റൂട്ടും, ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് അത് ഓസ്ട്രേലിയയിൽ നിന്നും പാറ്റ് കമിൻസും നേടുന്നു. അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, ഓർക്കുക. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതും നിങ്ങളുടെ കുറെ പേർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ്? വിച്ച് ടീം വൺ ദി IPL 2025 ടൈറ്റിൽ? IPL 2025 ടൈറ്റിൽ വിൻ ചെയ്തത് ഏത് ടീമാണ്? RCB അല്ലെ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് IPL 2025 വിൻ ചെയ്യുന്നത്. പക്ഷെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്റ്റുകളൂടെ നമുക്ക് നോക്കാനുണ്ട്. IPL 2025 എത്രാമത്തെ എഡിഷൻ ആണെന്ന് അറിയുക? 18th എഡിഷൻ ആണ് കേട്ടോ. IPL 2025 എത്രാമത്തെ എഡിഷൻ ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 18th എഡിഷൻ ആണ്. ടോട്ടൽ എത്ര മാച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ടോട്ടൽ 74 മാച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫൈനൽ മാച്ച് എവിടെ വെച്ചിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഫൈനൽ മാച്ച് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. IPL 2025 ചാമ്പ്യൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ഫസ്റ്റ് ടൈറ്റിൽ ആഫ്റ്റർ 18 ഇയേഴ്സ്, 18 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ടൈറ്റിൽ ആണ്. ഓക്കെ, അപ്പോൾ IPL 2025 ചാമ്പ്യൻ മറക്കണ്ട, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ RCBയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് രജത് പാട്ടിദാർ ആണ്. ആരാണ്? രജത് പാട്ടിദാർ. IPL 2025 റണ്ണറപ്പ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പഞ്ചാബ് കിങ്സ് ആണ്. ആരാണ്? പഞ്ചാബ് കിങ്സ്. ഓർത്തിരുന്നോളുക, ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഈ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആരാണെന്നായിരിക്കും. അതിന് ആൻസർ ശ്രേയാസ് അയ്യർ. ഓക്കെ, അപ്പൊ IPL 2025 എന്ന് പറയുന്നത് 18th എഡിഷൻ ആണെന്ന് ഓർക്കുക. ടോട്ടൽ 74 മാച്ചസ് ആണ്. ഇതിൽ ഫൈനൽ മാച്ച് നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഇതിന്റെ ചാമ്പ്യൻ RCB, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ഈ RCBയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പാട്ടിദാറും റണ്ണറപ്പ് എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സും ആണ്. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ ആൻസർ ശ്രേയാസ് അയ്യർ ആണ്. ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹു ഹാസ് വൺ മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2025 വിംബിൾഡൺ ടൈറ്റിൽ? ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് നമുക്ക് അറിയാല്ലേ. അപ്പൊ വിംബിൾഡൺ ടൈറ്റിൽ വിൻ ചെയ്തത്, അതിലെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2025 വിംബിൾഡൺ ടൈറ്റിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? അപ്പൊ വിംബിൾഡൺ എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് നമുക്കറിയാം. ഇത് ഏത് കോർട്ടിലാണ് നടക്കുന്നത്? വിംബിൾഡൺ നടക്കുന്നത് ഗ്രാസ് കോർട്ടിലാണെന്ന് ഓർക്കുക. ഏത് കോർട്ടിലാണ്? ഗ്രാസ് കോർട്ടിലാണ് വിംബിൾഡൺ നടക്കുന്നതെന്ന് ഓർക്കുക. ഇത് ഏത് മന്തിലാണ് ഹെൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മന്തിലാണ്. ഏത് മന്തിലാണ്? ജൂൺ ജൂലൈ മന്ത്. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഈ വിംബിൾഡൺ ടൈറ്റിൽ 2025 മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് നമ്മുടെ ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ്. രാജ്യം നോക്കി വെച്ചോ, ഇങ്ങനെയൊക്കെ വിംബിൾഡൺ ടൈറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഗ്രാൻഡ് സ്ലാംസ് ഓരോരുത്തരും ടൈറ്റിൽ വിൻ ചെയ്യുമ്പോൾ അവർ ഏത് രാജ്യമാണെന്നുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ജാനിക് സിന്നർ ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏത് രാജ്യമാണ്? ഇറ്റലിയാണ്. അപ്പൊ 2025 വിംബിൾഡൺ ടൈറ്റിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ജാനിക് സിന്നർ. ജാനിക് സിന്നർ ഏത് രാജ്യമാണെന്ന് അറിയുക? ഇറ്റലിയാണ്. ഓക്കെ, അപ്പൊ 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ്. ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്പെയിനിൽ നിന്നുമുള്ള കാർലോസ് അൽക്കാറസിനെയാണ്. അപ്പൊ കാർലോസ് അൽക്കാറസ് ഏത് രാജ്യമാണെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അത് പഠിക്കുക, ഏത് രാജ്യമാണ്? സ്പെയിൻ ആണ്. അപ്പൊ നമ്മുടെ 2025 വിംബിൾഡൺ ടൈറ്റിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നും ജാനിക് സിന്നറും പരാജയപ്പെടുത്തുന്നത് സ്പെയിനിൽ നിന്നും കാർലോസ് അൽക്കാറസും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെൻ സിംഗിൾ ടൈറ്റിൽ ജാനിക് സിന്നർ വിൻ ചെയ്തുവെങ്കിൽ വുമൺ സിംഗിൾ ടൈറ്റിൽ 2025 വിംബിൾഡൺ ടൈറ്റിൽ 2025 വുമൺസ് വിംബിൾഡൺ സിംഗിൾ ടൈറ്റിൽ ഇത് വിൻ ചെയ്തത് ആരാണ്? ഇത് വിൻ ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇഗാ സ്വൈറ്റക് ആണ്. ആരാണ് വിൻ ചെയ്ത? ഇഗാ സ്വൈറ്റക് ആണ് വിൻ ചെയ്തത്. ഓക്കെ,
അപ്പൊ 2025 വിംബിൾഡൺ വുമൺ സിംഗിൾ ടൈറ്റിൽ ഇഗ സ്വൈറ്റക് വിൻ ചെയ്തു. ഇഗ സ്വൈറ്റക് ഏത് രാജ്യക്കാരിയാണെന്ന് അറിയണം. പോളണ്ട് ആണ്. ഏത് രാജ്യമാണ്? പോളണ്ട്. പഠിച്ചു വെക്കണേ. ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത് ഇഗ സ്വൈറ്റക്? അമാൻഡ അനിസിമോവ. അമാൻഡ അനിസിമോവ ഏത് രാജ്യമാണെന്ന് അറിയുക. USA. അപ്പൊ 2025 വുമൺ സിംഗിൾ വിംബിൾഡൺ ടൈറ്റിൽ വിൻ ചെയ്തത് പോളണ്ടുകാരിയായിട്ടുള്ള ഇഗ സ്വൈറ്റക് ആണ്. പരാജയപ്പെടുത്തുന്ന ആരെയാണ്? അമാൻഡ അനിസിമോവയാണ്. ആരെയാണ്? അമാൻഡ അനിസിമോവ. ഓക്കെ. അടുത്തത് which state topped the medal tally at കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025? കേട്ടോ, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടാലിയില് ടോപ്പിൽ വന്ന സ്റ്റേറ്റ് ഏതാണ്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. ഇങ്ങനെ ഓർക്കുക, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 അത് മെഡൽ ടാലിയില് ടോപ്പിൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടാലിയില് ടോപ്പിൽ വന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയാണ്. അപ്പൊ ഓർത്തോളുക, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ്. കാരണം ഇനി വരുമ്പോ കേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെന്താണ്? കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. കൃത്യമായിട്ട് പഠിച്ചോ. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ടോപ്പിൽ വരുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്ര. അപ്പൊ നമ്മുടെ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെയിൻലി ഹോസ്റ്റ് ചെയ്ത ബീഹാറിലും അതുപോലെ ന്യൂഡൽഹിയിലുമായിട്ടാണ്. ബീഹാറിൽ ഏതൊക്കെ സിറ്റീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പാട്ന, രാജ്ഗീർ, ഗയ, ബഗൽപൂർ ആൻഡ് ബെഗുസറായി. ഓക്കെ, പാട്ന, രാജ്ഗീർ, ഗയ, ബഗൽപൂർ ആൻഡ് ബെഗുസറായി. അതുകൂടാതെ എവിടെയുമുണ്ട്? ന്യൂഡൽഹിയിലും ഉണ്ട്. ഓക്കെ, ഇനി ഈ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇനാഗുറേറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നരേന്ദ്രമോദിയാണ്. നമ്മുടെ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മാസ്കോട്ട് എന്താണെന്ന് കൂടി അറിയുക. മാസ്കോട്ട് ആണ് ഗജസിംഹ എന്ന് പറയുന്നത്. അപ്പൊ ഗജസിംഹ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് എലിഫന്റ് പ്ലസ് ലയൺ. എലിഫന്റിന്റെയും അതുപോലെ ലയണിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഗജസിംഹ എന്ന് പറയുന്നത്. ഈ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലോട്ട് ആഡ് ചെയ്ത പുതിയ സ്പോർട്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സെബാക് ടാക്രി ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബീഹാറും ഒപ്പം എവിടെ ഉണ്ടായിരുന്നു? ന്യൂഡൽഹിയിലും ഉണ്ടായിരുന്നു. ഇനി ബീഹാറിൽ ഏതൊക്കെ സിറ്റീസ് ആണെന്ന് അറിയുക. പാട്ന, രാജ്ഗീർ, ഗയ, ബഗൽപൂർ ആൻഡ് ബെഗുസറായി. ഈ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണെന്ന് ഓർക്കുക. ഇതിന്റെ മാസ്കോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗജസിംഹയാണ്. ഗജസിംഹ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് എലിഫന്റ് ആൻഡ് ലയൺ. ഇതിലോട്ട് ആഡ് ചെയ്ത പുതിയ സ്പോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സെപാക് ടാക്രി ആണ്. ഓക്കെ, അപ്പൊ മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് ടോട്ടൽ ഉള്ളത് 158 മെഡൽ ആണ്. 58 ഗോൾഡ്, 47 സിൽവർ, 53 ബ്രോൺസ്. ടോട്ടൽ മെഡലും ഗോൾഡ് മെഡലും ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചോളുക. ടോട്ടൽ 158. അതിൽ നിന്ന് തന്നെ പഠിക്കാം 58 ഗോൾഡ് മെഡൽ. ഓക്കെ, ടോട്ടൽ 158. അതിൽ 58 എന്ന് പറയുന്നതാണ് ഗോൾഡ് മെഡൽ. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഹരിയാനയാണ്. ഹരിയാനയുടെ ടോട്ടൽ മെഡൽ 117 ആണ്. ഇനി കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത് ബീഹാറിലാണ്. അപ്പൊ ബീഹാർ എത്രാമത്തെ പൊസിഷൻ ആണെന്ന് അറിഞ്ഞിരുന്നോ? അത് 15th പൊസിഷൻ ആണ്. എത്രയാണ് ടോട്ടൽ? ടോട്ടൽ 36 മെഡൽ ആണ്. അതിൽ 7 ഗോൾഡ്, 11 സിൽവർ ആൻഡ് 18 ബ്രോൺസ്. അപ്പൊ അതെന്ത് ചെയ്യാ? പ്രോപ്പർലി പഠിച്ചു വെക്കുക. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 വിൻ ചെയ്തത് മഹാരാഷ്ട്രയാണ്. ടോട്ടൽ 158 മെഡൽ. അതിൽ 58 എന്ന് പറയുന്നത് ഗോൾഡ് ആണെന്ന് കൂടി ഓർക്കുക. ഹോസ്റ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. ബീഹാർ 15ാമത്തെ പൊസിഷൻ ആണ്. ടോട്ടൽ 36 മെഡൽ ആണ്. അതിൽ ഗോൾഡ് എന്ന് പറയുന്നത് 7 ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഹു ബിക്കെയിം ഇന്ത്യസ് 88th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? ഇന്ത്യയുടെ 88ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ദിവ്യ ദേശ്മുഖ് ആണ്.
88th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ദിവ്യ ദേശ്മുഖ് ആണ്. അങ്ങനെയാണെങ്കിൽ 87th ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു? അത് ഹരികൃഷ്ണൻ എ ഫ്രം തമിഴ്നാടു. ഓക്കെ, 87th ആരായിരുന്നു? ഹരികൃഷ്ണൻ എ ഫ്രം തമിഴ്നാട്. 88th ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ദിവ്യ ദേശ്മുഖ് ആണ്. ഓക്കെ, 88th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ദിവ്യ ദേശ്മുഖ് ആണെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇന്ത്യ വൺ ഹൗ മെനി മെഡൽ ഇൻ 2025 സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്? കേട്ടോ, സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. ഈ സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യക്ക് ടോട്ടൽ എത്ര മെഡൽ ആണ് ലഭിച്ചത്? സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത് ടോട്ടൽ 12 മെഡൽ ആണ്. ഇതില് 2 ഗോൾഡും 5 സിൽവറും 5 ബ്രോൺസും ആണ്. ഓക്കെ, അപ്പൊ 2025 സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ടോട്ടൽ 12 മെഡൽ. ഇതില് 2 ഗോൾഡ് 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. ഓക്കെ, അപ്പൊ 2025 സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചത് ടോട്ടൽ 12 മെഡൽ. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തെന്ന് അറിയണം. അത് ജർമ്മനിയിൽ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. ഇതിൽ ടോപ്പിൽ വന്നത് ജപ്പാൻ. ജപ്പാന് ടോട്ടൽ എത്ര മെഡൽ ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 79 മെഡൽ ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 20th ആണ്. 2 ഗോൾഡ് 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. ടോട്ടൽ എത്ര മെഡൽ? 12 മെഡൽസ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ പഠിച്ചോണേ. വിച്ച് പ്ലെയർ വൺ ദ നോർവേ ചെസ് 2025 ടൂർണമെന്റ്? നോർവേ ചെസ് 2025 ടൂർണമെന്റ് ഇത് വിൻ ചെയ്തത്, നോർവേ ചെസ് 2025 ടൂർണമെന്റ് വിൻ ചെയ്തത് ആരാണ്? അപ്പോ നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോർവേ ചെസ് 2025 ടൂർണമെന്റ് വിൻ ചെയ്ത നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, നോർവേ ചെസ് ടൂർണമെന്റ് 2025 വിൻ ചെയ്ത നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ തന്നെയാണ്. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മാഗ്നസ് കാൾസൺ ഏത് രാജ്യമാണെന്ന്. അതിന് ആൻസർ നോർവേ ആണ് കേട്ടോ. മാഗ്നസ് കാൾസൺ ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നോർവേ ആണ്. ഇവിടെ വിന്നർ എന്ന് പറയുന്നത് മാഗ്നസ് കാൾസൺ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഫാബിയാനോ കരുവാനയാണ്. ഫാബിയാനോ കരുവാന ഏത് രാജ്യക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഓർത്തിരിക്കണം, ബിക്കോസ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഗുകേഷ് ദൊമ്മരാജു ആണ് തേർഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി വൺ ദ 2025 യുഫ നേഷൻസ് ലീഗ് ഫൈനൽസ്? യുഫ നേഷൻസ് ലീഗ് ഫൈനൽസ്, യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. യുഫയുടെ ഫുൾ ഫോം എന്താണ്? യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. ഓക്കെ, അപ്പൊ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. അപ്പം ഇതിന്റെ യുഫ നേഷൻസ് ലീഗ് ഫൈനൽസ് വിൻ ചെയ്തത് ഏത് രാജ്യമാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ യുഫ നേഷൻസ് ലീഗ് ഫൈനൽസ് വിൻ ചെയ്തത് പോർച്ചുഗലാണ്. യുഫ നേഷൻസ് ലീഗ് ടൈറ്റിൽ വിൻ ചെയ്തത് പോർച്ചുഗലാണ്. പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിൽ ചിലപ്പോൾ ഇതായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ യുഫ നേഷൻസ് ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത് പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ യുഫ നേഷൻസ് ലീഗ് ഹോസ്റ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജർമ്മനിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ജർമ്മനിയിൽ വെച്ച് ഹോസ്റ്റ് ചെയ്ത യുഫ നേഷൻസ് ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത് പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. റണ്ണർ അപ്പ് എന്ന് പറയുന്നത് സ്പെയിനുമാണ്. ഓക്കെ, അപ്പൊ യുഫ നേഷൻസ് ലീഗ് ഹോസ്റ്റ് ചെയ്ത ജർമ്മനി, ചാമ്പ്യൻസ് പറയുന്നത് പോർച്ചുഗലിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് സ്പെയിനുമാണ്. ഇവിടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് നുനോ മെൻഡസ്. ഓക്കെ, പോർച്ചുഗലിൽ നിന്നുമുള്ള നുനോ മെൻഡസ് ആണ് ബെസ്റ്റ് പ്ലെയർ എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹു ഹാസ് വൺ മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2025 ഫ്രഞ്ച് ഓപ്പൺ. നമ്മൾ ഓൾറെഡി വിംബിൾഡൺ പഠിച്ചായിരുന്നു അല്ലേ? ഫ്രഞ്ച് ഓപ്പൺ നോർമലി ക്ലേ കോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ക്ലേ കോർട്ട്.
നമ്മുടെ 2025 വിംബിൾട്ടൺ ടൈറ്റിൽ വിൻ ചെയ്തത് ജാനിക് സിന്നർ ആയിരുന്നു അല്ലെ. അവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് കാർലോസ് അൽക്കാറസും ആയിരുന്നു. ഇവിടെ 2025 ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്ത ആരാന്നറിയാമോ? കാർലോസ് അൽക്കാറസ്. നമ്മുടെ സ്പെയിൻകാരനായിട്ടുള്ള കാർലോസ് അൽക്കാറസ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2025 മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത കാർലോസ് അൽക്കാറസ് ആണ്. ആരെ പരാജയപ്പെടുത്തി? ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ. കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റൂലേ? എങ്ങനെയാണ്? വിംബിൾട്ടൺ ടൈറ്റിൽ വിൻ ചെയ്ത ജാനിക് സിന്നർ, അവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് കാർലോസ് അൽക്കാറസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഫ്രഞ്ച് ഓപ്പൺ ആയപ്പോഴത്തേക്ക് ആര് വിൻ ചെയ്യുന്നു? ജാനിക് സിന്നർ വിൻ ചെയ്യുന്നു. അവിടെ റണ്ണർ അപ്പ് എന്ന് ഫ്രഞ്ച് ഓപ്പൺ ആയപ്പോഴത്തേക്ക് കാർലോസ് അൽക്കാറസ് വിൻ ചെയ്യുന്നു. ആരെ ഡിഫീറ്റ് ചെയ്യുന്നു? ജാനിക് സിന്നറിനെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയുന്നു, 2025 ഫ്രഞ്ച് ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത കാർലോസ് അൽക്കാറസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2025 ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത്, ഓക്കെ, 2025 ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത അത് കോക്കോ ഗൗഫ് ആണ്. കോക്കോ ഗൗഫ് ഏത് രാജ്യമാണെന്ന് പഠിക്കണം? USA ആണ്. ഓക്കെ, 2025 ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത് കോക്കോ ഗൗഫ്. കോക്കോ ഗൗഫ് ഏത് രാജ്യമാണെന്ന് അറിയുക? USA. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ബെലാറസുകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ബെലാറസിൽ നിന്നുമുള്ള ആര്യാന സബലങ്കയാണ്. അപ്പൊ 2025 ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് കോക്കോ ഗൗഫ്. ഏത് രാജ്യമാണെന്ന് അറിയുക? USA. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണേ? നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2025 ഇന്തോനേഷ്യ ഓപ്പൺ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. എന്തുകൊണ്ടാണ് ഈ സ്പോർട്സ് തന്നെ ആദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്നവയെ നമ്മൾ ആദ്യം പിക്ക് ചെയ്ത് പഠിക്കുക. അതാണ് ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് മാറ്റിയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2025 ഇന്തോനേഷ്യ ഓപ്പൺ. അപ്പൊ ഈ ഇന്തോനേഷ്യ ഓപ്പൺ ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അത് ബാഡ്മിന്റൺ ആണ് കേട്ടോ. ഇന്തോനേഷ്യ ഓപ്പൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അത് ബാഡ്മിന്റൺ ആണ്. അപ്പൊ 2025 ഇന്തോനേഷ്യ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ഓക്കെ, 2025 ഇന്തോനേഷ്യ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ഓക്കെ, 2025 ഇന്തോനേഷ്യ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആൻഡേഴ്സ് ആൻഡൻസൺ ആണെന്ന് ഓർക്കുക. അപ്പോ 2025 ഇന്തോനേഷ്യ ഓപ്പൺ ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ബാഡ്മിന്റൺ ആണ്. അതിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത് ആൻഡേഴ്സ് ആൻഡൻസൺ. ഏത് രാജ്യമാണെന്ന് അറിയണം കേട്ടോ. മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആൻഡേഴ്സ് ആൻഡൻസൺ എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ്. ഇവിടെ വുമൺ സിംഗിൾസ് വിൻ ചെയ്ത ആൻസി യൂങ് ആണ്. ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗത്ത് കൊറിയ. ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്ത ഇന്തോനേഷ്യൻ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ഡെൻമാർക്കുകാരനായിട്ടുള്ള ആൻഡേഴ്സ് ആൻഡൻസൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തേത് പറയുന്നത് ഹു വൺ ദി മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2025 ഇറ്റാലിയൻ ഓപ്പൺ. 2025 ഇറ്റാലിയൻ ഓപ്പണില് മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമ്മുടെ 2025 ഇപ്പം നടന്ന NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. 2025 ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? കാർലോസ് അൽക്കാറസ് ആണ്. ഓക്കെ, 2025 മെൻ സിംഗിൾ ടൈറ്റിൽ 2025 ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന കാർലോസ് അൽക്കാറസ് ആണ്. അത് മറക്കാതെ ഓർത്തുകൊള്ളുക. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നടന്ന NDPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് കൂടി ഇതെന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. കാർലോസ് അൽക്കാറസ് ഏത് രാജ്യമാണെന്ന് അറിയാലോ? സ്പെയിൻ ആണെന്ന് അറിയാം. അപ്പൊ ഇറ്റാലിയൻ ഓപ്പൺ 2025 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത അത് ജാസ്മിൻ പാവോലിനി ആണ്.
ഓക്കെ, വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജാസ്മിൻ പാവോലിനി ആണെന്ന് ഓർക്കുക. ജാസ്മിൻ പാവോലിനി ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ഇറ്റലിയാണ്. ഓക്കെ, അപ്പൊ ഇറ്റാലിയനൊപ്പം മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നു സ്പെയിനിൽ നിന്നും കാർലോസ് അൽക്കാറസ്. വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നു ഇറ്റലിയിൽ നിന്നും ജാസ്മിൻ പാവോലിനി. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Who became the youngest player to score second fastest century in IPL history? IPL ഹിസ്റ്ററിയിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി സ്കോർ ചെയ്ത യങ്ങസ്റ്റ് പ്ലെയർ ആരാണ്? വൈഭവ് സൂര്യവംശി. ഓക്കെ, ആരാണ്? വൈഭവ് സൂര്യവംശി. നല്ല ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ടും ചോദിക്കും. IPL ഹിസ്റ്ററിയിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി സ്കോർ ചെയ്യുന്ന യങ്ങസ്റ്റ് പ്ലെയർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വൈഭവ് സൂര്യവംശി. എത്ര വയസ്സുള്ളപ്പോഴാ? 14 years old. വൈഭവ് സൂര്യവംശി സമസ്തിപൂർ, ബീഹാറിലെ സമസ്തിപൂർ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും ഉള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which state topped the medal tally in Khelo India Para Games 2025? ഓക്കെ, അപ്പൊ Khelo India Para Games 2025 മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അതാണ് ക്വസ്റ്റ്യൻ. Khelo India Para Games 2025 മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്നത് ഹരിയാനയാണ്. കേട്ടോ, Khelo India Para Games 2025 മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹരിയാന. ഓക്കെ, ഇത് ഹോസ്റ്റ് ചെയ്ത ഡൽഹിയിൽ വെച്ചിട്ട് മാസ്കോട്ട് എന്ന് പറയുന്നത് ഉജ്ജ്വലയായിരുന്നു. ടോപ്പിൽ വന്ന ഹരിയാനയ്ക്ക് ടോട്ടൽ ലഭിച്ചത് 104 മെഡൽ ആണ്. സെക്കൻഡ് പൊസിഷൻ തമിഴ്നാട് 74, തേർഡ് പൊസിഷൻ ഉത്തർപ്രദേശ് 64. ഫസ്റ്റ് പൊസിഷന്റെ ടോട്ടൽ സെപ്പറേറ്റ് ഗോൾഡും സിൽവറും ബ്രോൺസും കൂടി പഠിക്കുക. 34 എല്ലാം 30യിലുള്ള വാല്യൂ ആണെന്ന് ഓർക്കുക. 34 ഗോൾഡ്, 39 സിൽവർ, 31 ബ്രോൺസ്. 34 ഗോൾഡ്, 39 സിൽവർ, 31 ബ്രോൺസ്. അങ്ങനെ ടോട്ടൽ 104 മെഡൽ ആണ് ആർക്ക് ലഭിക്കുന്നത്? ഹരിയാനയ്ക്ക് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത്. Which team won the title of 2025 Women's Premier League? Women's Premier League വിൻ ചെയ്തത് ഏത് ടീമാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. 2025 Women's Premier League വിൻ ചെയ്തത് ഏത് ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, 2025 Women's Premier League നോട്ട് ചെയ്ത് പഠിക്കണേ. 2025 Women's Premier League വിൻ ചെയ്ത മുംബൈ ഇന്ത്യൻസ്. ഈ മുംബൈ ഇന്ത്യൻസിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണ് ഇതെന്ന് ഓർക്കുക. ഓക്കെ, 2025 Women's Premier League വിൻ ചെയ്ത മുംബൈ ഇന്ത്യൻസിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. ഇവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ്. ഓക്കെ, 2025 Women's Premier League ചാമ്പ്യൻസ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ്. ഓക്കെ, അടുത്തത്. Who won the Miami Open 2025 Women Single Title? അപ്പൊ 2025 മിയാമി ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണ്? 2025 വുമൺ സിംഗിൾ ടൈറ്റിൽ അല്ലെങ്കിൽ 2025 മിയാമി ഓപ്പണില് വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആര്യാന സബലങ്കയാണ്. ഓക്കെ, ആരാണ്? ആര്യാന സബലങ്ക. ടെന്നീസ് ടൂർണമെന്റ് തന്നെയാണ് മിയാമി ഓപ്പണും. അപ്പൊ മിയാമി ഓപ്പൺ 2025 ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അതില് വുമൺസ് വിന്നർ എന്ന് പറയുന്നത് ബെലാറസിൽ നിന്നും ആര്യാന സബലങ്ക. മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ജാക്കോബ് മെൻസിക്കോ ആണ്. ഇതും പഠിക്കണം കേട്ടോ. എപ്പോഴും മിയാമി ഓപ്പൺ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് വരാറുണ്ട്. അപ്പൊ മിയാമി ഓപ്പൺ 2025 എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് അറിയുക. ഇവിടെ വുമൺ വിന്നർ എന്ന് പറയുന്നത് ആരാണ്? ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ജാക്കോബ് മെൻസിക്. ജാക്കോബ് മെൻസിക് ഏത് രാജ്യമാണെന്ന് അറിയുക? ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ, അടുത്തത്. Which country topped the medal tally in 2025 Asian Under-18 Athletic Championship? അതായത് 2025 ഏഷ്യൻ അണ്ടർ
Under-18 Athletic Championship. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് പലർക്കും ആൻസർ ചെയ്യാനായിട്ട് പറ്റാത്തത്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ പോലും എക്സാമിന് ആൻസർ ചെയ്യണം. അപ്പൊ 2025 ഏഷ്യൻ Under-18 Athletic Championship. ഓക്കെ, 2025 ഏഷ്യൻ Under-18 Athletic Championship. ഇതിലെ മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്നത് നമ്മുടെ ഇന്ത്യ തന്നെ. ഇതില് മെഡൽ ടാലിയിൽ ടോപ്പിൽ വന്നത് ചൈനയാണ്. ഇന്ത്യ അല്ല, ഏത് രാജ്യമാണ്? ചൈനയാണ്. ഓക്കെ, അപ്പൊ 2025 ഏഷ്യൻ Under-18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ടോപ്പിൽ വന്നത് ചൈനയാണെന്ന് ഓർക്കുക. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ അങ്ങനെയാണെങ്കിൽ അറിയണ്ടേ? എത്രാമത്തെ പൊസിഷനാ? 8th പൊസിഷൻ ആണ്. എവിടെ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത് 2025 ഏഷ്യൻ Under-18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അതിൽ ടോപ്പിൽ വരുന്നത് ചൈനയാണെന്ന് ഓർക്കുക. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 8th പൊസിഷൻ ആയിരുന്നു. എവിടെ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്ന അറിയുക? സൗദി അറേബ്യ. 1 ഗോൾഡ്, 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. ഓക്കെ, ഒരേ ഒരു ഗോൾഡ് വിന്നർ അല്ലേ? ഒരേ ഒരാളല്ലേ ഗോൾഡ് വിൻ ചെയ്ത്? അപ്പൊ അത് ആരാണെന്ന് പഠിക്കണ്ടേ? അത് എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. ഓക്കെ, കാരണം ഇതില് ഗോൾഡ് മെഡൽ ആകെ ഒരാൾക്കേ ലഭിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ആളുടെ പേര് എന്താ, അയാൾ ഏത് ഇവന്റ് ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആ ഒരു ഗോൾഡ് ലഭിച്ചത് ഹിമാൻഷു ജാക്കറിനാണ് ജാവലിൻ ത്രോയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് ഇങ്ങനെയാണ്, Under-18 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ലെ? Under-18 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്തത് സൗദി അറേബ്യ. ഇന്ത്യയുടെ 8th പൊസിഷൻ ആയിരുന്നു. ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകൾ 1 ഗോൾഡ്, 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. 1 ഗോൾഡ് ലഭിച്ചത് ഹിമാൻഷു ജാക്കറിനാണ്. ഹിമാൻഷു ജാക്കർ ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ആൻസർ ജാവലിൻ ത്രോയ് ആണ്. ഓക്കെ, which team won the ICC Champions Trophy 2025? 2025 ICC Champions Trophy വിൻ ചെയ്തത് ആരാണ്? നോ ഡൗട്ട് നമ്മുടെ ഇന്ത്യ ആണ് അല്ലെ? 2025 ICC Champions Trophy വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യ ആണെന്ന് ഓർക്കുക. അപ്പൊ ICC Champions Trophy ODI ഫോർമാറ്റ് ഹോസ്റ്റ് ചെയ്ത പാകിസ്ഥാനിലും UAE-യിലുമായിട്ടാണ്. വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യ ആണ്. ഇന്ത്യയുടെ 3rd ടൈറ്റിൽ ആണെന്ന് മറക്കാതെ ഓർത്തോ. എത്രാമത്തെ ടൈറ്റിൽ ആണെന്ന് ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യയുടെ 3rd ടൈറ്റിൽ ആണ്. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണെന്നൂടി ഓർക്കുക. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ നിന്നും റച്ചിൻ രവീന്ദ്രയും ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ന്യൂസിലാൻഡിൽ നിന്നും മാറ്റ് ഹെൻറിയുമാണ്. അപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്ത പാകിസ്ഥാൻ UAE, ചാമ്പ്യൻസ് പറയുന്നത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയുടെ 3rd ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ നിന്നും റച്ചിൻ രവീന്ദ്ര. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത് ന്യൂസിലാൻഡിൽ നിന്നും മാറ്റ് ഹെൻറിയുമാണ്. ഓക്കെ, അടുത്തത് 2025 രഞ്ജി ട്രോഫി. 2025 രഞ്ജി ട്രോഫി വിൻ ചെയ്തത് ഏത് ടീമാണ്? 2025 രഞ്ജി ട്രോഫി വിൻ ചെയ്തത് ഏത് ടീമാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ വിദർഭയാണ്. ഓക്കെ, 2025 രഞ്ജി ട്രോഫി വിൻ ചെയ്തത് ഏത് ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? വിദർഭ. എപ്പോഴും രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ 2025 രഞ്ജി ട്രോഫി വിൻ ചെയ്ത ടീം ഓർത്തോളുക, അത് വിദർഭയാണ്. ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ചാമ്പ്യൻസ് വിദർഭ, റണ്ണറപ്പ് നമ്മുടെ കേരളയാണ്. അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തോ, പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് വിദർഭ ടീമിലെ തന്നെ ഹർഷ് ദൂബെ ആണെന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, രഞ്ജി ട്രോഫി ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നെയാണ്. ഓക്കെ, അപ്പൊ രഞ്ജി ട്രോഫി 2025 രഞ്ജി ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് GK ചോദിക്കാം. ക്രിക്കറ്റ് ആണ്. അതിലെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് വിദർഭയാണ്. റണ്ണറപ്പ് നമ്മുടെ കേരളയാണ്. ഇവിടെ പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് വിദർഭയിൽ നിന്നും ഹർഷ് ദൂബെ ആണെന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, which team won 2025 കബഡി വേൾഡ് കപ്പ്? 2025 കബഡി വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീം ഏതാണ്? 2025 കബഡി വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ആണ്. കേട്ടോ, 2025 കബഡി വേൾഡ് കപ്പ് വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യ ആണെന്ന് ഓർക്കുക.
ഇത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. 2025 മെൻസ് ചാമ്പ്യൻഷിപ്പും വുമൺസ് ചാമ്പ്യൻഷിപ്പും കബഡിയിൽ ലഭിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാണ്. ഓക്കെ, റണ്ണറപ്പ് എന്ന് പറയുന്ന രണ്ടും ഇംഗ്ലണ്ട് ആണ്, ഹോസ്റ്റ് ചെയ്തതും ഇംഗ്ലണ്ടില്. പഠിക്കാൻ എളുപ്പമായില്ലേ? അപ്പോ കബഡി വേൾഡ് കപ്പ് 2025 കബഡി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ട്, മെൻസിലും വുമൺസിലും വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യ, രണ്ടിലും റണ്ണറപ്പ് ഇംഗ്ലണ്ട്. ഓക്കെ, 2025 കബഡി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത് ഇംഗ്ലണ്ടില്, മെൻസ് ചാമ്പ്യനും വുമൺസ് ചാമ്പ്യനും നമ്മുടെ ഇന്ത്യ ആണ്, റണ്ണറപ്പ് രണ്ടും ഇംഗ്ലണ്ട് തന്നെ. ഓക്കെ, അടുത്തത് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ. ഓക്കെ, ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ ഇത് വിൻ ചെയ്ത ആരാണ്? ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ, ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ പ്രജ്ഞാനന്ദയാണ് കേട്ടോ. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ വിൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, ഈ ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൈറ്റിൽ ടൂർണമെന്റ് ഹെൽഡ് ചെയ്തത് നെതർലൻഡിലായിരുന്നു. ചാമ്പ്യൻ എന്ന് പറയുന്നത് പ്രജ്ഞാനന്ദ ആരെ ഡിഫീറ്റ് ചെയ്തു? ഗുഗേഷിനെ ഡിഫീറ്റ് ചെയ്തിട്ട് പ്രജ്ഞാനന്ദയാണ് വിൻ ചെയ്യുന്നത്. അപ്പൊ ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് ഹെൽഡ് ചെയ്തത് നെതർലൻഡിൽ വെച്ചിട്ട്, ചാമ്പ്യൻ എന്ന് പറയുന്നത് പ്രജ്ഞാനന്ദ, പരാജയപ്പെടുത്തിയത് ഗുഗേഷിനെ. ഓക്കെ, അടുത്തത് വിച്ച് കൺട്രി വൺ 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ്? ഇതും അതായത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യ വിൻ ചെയ്യുന്ന ഗെയിമുകളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് ഉറപ്പായിട്ടും വരും. അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇന്ത്യ അതിൽ വിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും പഠിച്ചോ, എക്സാമിന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ്, അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ് അതിലും വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അത് ഹോസ്റ്റ് ചെയ്തത് മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു, വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്, റണ്ണറപ്പ് എന്ന് പറയുന്നതോ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 25th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് 39 നാഷണൽ ഗെയിംസ് 2027? 39ാമത്തെ നാഷണൽ ഗെയിംസ് 2027 ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയണം. അതിന് ആൻസർ മേഘാലയ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുവേ, നോട്ട് ചെയ്ത് പഠിച്ചോ. 2025 നാഷണൽ ഗെയിംസ് അത് എത്രാമത്തെ നാഷണൽ ഗെയിംസ് ആണെന്ന് അറിഞ്ഞിരുന്നോ? 39th നാഷണൽ ഗെയിംസ് ആണ്. 2027 39th നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയണം. അത് മേഘാലയയിലാണ്. 39th നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാ? മേഘാലയ. അങ്ങനെയാണെങ്കിൽ ഇതുകൂടി അറിയുക, 38th നാഷണൽ ഗെയിംസില് മെഡൽ ടാലിയിലെ ടോപ്പിൽ വന്ന ടീം എന്ന് പറയുന്നത് അത് സർവീസസ് ആണ്. ആ 38th നാഷണൽ ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 38th നാഷണൽ ഗെയിംസ് മെഡൽ ടാലിയിലെ ടോപ്പിൽ വന്ന ടീം എന്ന് പറയുന്നത് അത് സർവീസസ് ആണ്. 38th നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ്. മാസ്കോട്ട് എന്ന് പറയുന്നത് മൗലി ആയിരുന്നു, ഇൻസ്പയർഡ് ബൈ ദി മൊണാൽ. ഉത്തരാഖണ്ഡിനെ സ്റ്റേറ്റ് ബേർഡ് ആയിട്ടുള്ള മൊണാലിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൗലി അതായിരുന്നു നാഷണൽ ഗെയിംസ് 38th നാഷണൽ ഗെയിംസിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. ഈ 38th നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ്. ഇവിടെ അറിയേണ്ട അടുത്ത പോയിന്റ്, ഇതിലെ ടോപ്പിൽ വന്നത് സർവീസസ് ആണെന്ന് അറിയുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്ക് ടോട്ടൽ 201 മെഡൽ ആണ് ലഭിച്ചത്. സർവീസസിനോ 121 മെഡലും. ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് 201ഉം സർവീസസിന് 121 മെഡലുമാണ് ലഭിച്ചത്. സർവീസസിന് 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ്. മഹാരാഷ്ട്ര വിൻ ചെയ്യുന്ന ടോട്ടൽ 201 മെഡലുമായിട്ടാണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്ന് പറഞ്ഞതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായോ? ടോപ്പിൽ വന്ന ടീമിന് 121 മെഡലേ ഉള്ളൂ. സെക്കൻഡ് പോസ്റ്റിൽ നിൽക്കുന്നതിന് 201 മെഡൽ. അതെങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഇവര് ടോപ്പിൽ വരാൻ കാരണം ഇവർക്ക് ഗോൾഡ് മെഡൽ കൂടുതലാണ്. 68 ഗോൾഡ് മെഡൽ ഉണ്ട്. മഹാരാഷ്ട്രയ്ക്കോ 54 ഗോൾഡേ ഉള്ളൂ. ഹരിയാനയ്ക്ക് ടോട്ടൽ 153 മെഡൽ എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പൊ 38th നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത് ഉത്തരാഖണ്ഡില്, മാസ്കോട്ട് മൗലി, വിൻ ചെയ്യുന്നത് സർവീസസ്,
സർവീസിന് ടോട്ടൽ ലഭിച്ചത് 121 മെഡൽ. അതിലെ ഗോൾഡ് എന്ന് പറയുന്നത് 68. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച 25 ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ പഠിച്ചേ? അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു സെക്ഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.